അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഒരുപാട് ആൾക്കാർ ഓരോ വിഷമങ്ങൾ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണ്. മക്കൾ ഇല്ലാത്തവർക്ക് മക്കളെ ലഭിക്കട്ടെ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് ലഭിക്കട്ടെ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാ കടങ്ങളും പെട്ടെന്ന് വീടുമാറാകട്ടെ. എന്ത് വിഷമങ്ങൾ തന്നെ ആയാലും 3 വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏത് വിഷമവും മാറിക്കിട്ടും. രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കണം. തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്ന് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലണം. ശേഷം മനസ്സിൽ നിയ്യത്ത് വെക്കണം, ഞാൻ നിത്യവും 3 ആഴ്ച 21 യാസീൻ വീതം ഓതാമെന്ന് നിയ്യത്ത് വെക്കണം. ഓതുന്നതിനു മുമ്പ് എന്താണോ ആഗ്രഹം അത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ ഇന്ന ആഗ്രഹം നീ എനിക്ക് നടത്തിത്തരണമേ. ഒറ്റ ഇരുത്തത്തിൽ 21 യാസീൻ ഓതുന്നതാണ് ഉത്തമം. ഇടയ്ക്ക് ഉളു മുറിഞ്ഞു പോകുമെങ്കിൽ ഉളു എടുത്തിട്ട് വീണ്ടും ഓതാം. ഒറ്റ ഇരുത്തത്തിൽ ഓതുന്നതാണ് ഉത്തമം. ഇല്ലെങ്കിൽ പകലും രാത്രിയുമായി ഓതാം. ഓതിയതിനു ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലണം. ഇങ്ങനെ 3 ആഴ്ച തുടർച്ചയായി ചൊല്ലണം. 3 ആഴ്ചയും തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം ചൊല്ലുന്നതാണ് ഉത്തമം. കാരണം പകൽ ഓതിയാൽ വീട്ടിലുള്ള ആരെങ്കിലും ഓതുന്നതിനിടയിൽ വന്ന് സംസാരിക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കാണില്ല. നമ്മൾ ഓതുന്ന സ്ഥലവും ശരീരവും ശുദ്ധമായിരിക്കണം. ഓതുമ്പോൾ മനസ്സിൽ വേറെ ഒരു ചിന്തയും പാടില്ല. ഇൻഷാ അല്ലാ, നാളെ വെള്ളി 3 ആഴ്ച 21 യാസീൻ വെച്ച് ഓതി നോക്കൂ. 21 യാസീൻ പെട്ടെന്ന് ഓതിത്തീരും. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. പ്രാർത്ഥന അത് വലിയൊരു മരുന്നാണ്. മനസ്സിന് മുറിവേറ്റവർക്ക് പ്രാർത്ഥന ഉപകരിക്കും. ഇൻഷാ അല്ലാ, നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.